അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് വിശ്വാസികൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സ്വഹീഹുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സ്വഹീഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. ആ രണ്ട് ഗ്രന്ഥങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഹദീസ് ക്രോഡീകരണം അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഹദീസുകൾ എഴുതി വെച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഹദീസുകളുടെ ഇടയിൽ സ്വീകരിക്കപ്പെടുന്നതും ദുർബലമായതുമായ ഹദീസുകൾ കടന്നു വന്നപ്പോൾ അവയെ വേർതിരിക്കാതെ രചനകൾ നടന്നപ്പോൾ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ക്രോഡീകരിക്കൂ, എഴുതൂ എന്ന് നിബന്ധന വെച്ചുകൊണ്ട്, ഷർത്ത് വെച്ചുകൊണ്ട് ഗ്രന്ഥരചന നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവരുടെ പേരുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 10-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിച്ച് മാതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ ഹജ്ജ് കർമ്മത്തിന് മക്കയിലേക്ക് വന്ന് തൻ്റെ മാതാവിനെയും സഹോദരനെയും തിരിച്ചയച്ച് മക്കയിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെയും അതിന് ചുറ്റിലുമായി കൊണ്ട് വിജ്ഞാനരംഗത്ത് കഴിഞ്ഞുകൂടിയ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഷാമിൽ നിന്നും ഇറാഖിൽ നിന്നും ഒരുപാട് പണ്ഡിതന്മാരിലൂടെ വിജ്ഞാനങ്ങൾ നേടി യാത്രകൾ തുടർന്ന് 14,000 കിലോമീറ്ററോളം അക്കാലഘട്ടത്തിലെ വളരെ ചുരുങ്ങിയ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്തു. അതിനിടയിൽ 1080ഓളം ഗുരുനാഥന്മാരെ, ഹദീസ് പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ നിന്നും 298 ആളുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുകൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. 18-ാമത്തെ വയസ്സിൽ ഗ്രന്ഥരചന തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഏറ്റവും വലിയ അടയാളമായി നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തെ പണ്ഡിതന്മാർ പരീക്ഷിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പുകഴ്ത്തുന്ന കാണാൻ കഴിയും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, മാ അഖ്റജത്ത് ഖുറാസാൻ മിസ്ലു മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, അദ്ദേഹത്തെ പോലെ ഖുറാസാനിൽ നിന്നും ഒരു പണ്ഡിതനുണ്ടായിട്ടില്ല എന്ന്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ ഏറ്റവും അറിയപ്പെട്ടത് സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം അത് എഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കൊണ്ട് പറയുന്നത്, ബുഖാരി ഹദീസ് ഗ്രന്ഥം എഴുതുന്ന സമയത്ത് സ്വഹീഹും വഈഫും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ സാധാരണക്കാർക്കുണ്ടായിരുന്നു. അതിന് പരിഹാരമായിട്ടാണ്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ ഹൻളലി, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി അതിൽ നിന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹവും ഗ്രന്ഥരചന നടത്തി
12-ാം വയസ്സിൽ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഹദീസ് പഠനം ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ധാരാളം അധ്യാപകന്മാരിലൂടെ ഹദീസുകൾ ശേഖരിച്ച് 220ഓളം ആളുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നുള്ള ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓരോ ഹദീസുകളും തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പായിക്കൊണ്ട് വളരെ സൂക്ഷ്മത എന്ന നിലക്ക് അതിൻ്റെ സനദുകൾ പരിശോധിക്കുകയും ആധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് മാത്രം അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അതിൻ്റെ സ്വീകാര്യത ഒന്നുറപ്പുവരുത്താൻ അവൻ്റെ തൗഫീഖിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ച് അതിനുശേഷം മാത്രം ഗ്രന്ഥത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം മഹത്തരമായതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, ജുംഹൂറു മാ ഫിൽ ബുഖാരി വ മുസ്ലിം മിമ്മ യഖ്ത ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളെല്ലാം, അതിൽ എല്ലാ ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ലിഅന്ന ഗാലിബഹു മിൻ ഹാദൻ നഹവ്, അതിലുള്ള ഭൂരിഭാഗം ഹദീസുകളും ഈ ഒരു രൂപത്തിൽ തന്നെയുള്ളതാണ്. വലിഅന്നഹു ഖദ് തലഖാഹു അഹ്ലുൽ ഇൽമി ബിൽ ഖബൂൽ വത്തസ്ദീഖ്, പണ്ഡിതന്മാരൊക്കെ ആ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ കടന്നു വന്ന പണ്ഡിതന്മാരുമൊക്കെ അത് സ്വീകാര്യമായ ഹദീസാണ് എന്ന രൂപത്തിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന ചില ആളുകൾ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് ഇമാം ബുഖാരിക്കും എന്തിനാണ് ഇമാം മുസ്ലിമുമൊക്കെ ഇത്ര വലിയ അപ്രമാദിത്വം നിങ്ങൾ കൽപ്പിക്കുന്നത്? അവർ മനുഷ്യരല്ലേ, അവർക്ക് തെറ്റുപറ്റില്ലേ? പല പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലും അതിനുശേഷവും അതിനെ നിരൂപണം നടത്തിക്കൊണ്ട് രചനകൾ നടത്തിയിട്ടില്ലേ, അക്കാലഘട്ടത്തിൽ തന്നെ വിമർശിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുകയും മാത്രമല്ല 6 ലക്ഷം ഹദീസുകൾ ഇമാം ബുഖാരി ഹദീസ് ക്രോഡീകരിച്ചത് 16 വർഷം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഇത്രയും ഹദീസുകൾ സ്വീകരിച്ചത് എങ്കിൽ 6 ലക്ഷം ഹദീസുകൾ പഠനവിധേയമാക്കാൻ 16 വർഷം മതിയോ എന്ന ഒരു ചോദ്യം. മാത്രമല്ല അബ്ബാസി ഭരണകാലഘട്ടത്തിൽ ആ ഭരണകർത്താക്കളുടെ സ്വാധീനത്തോടുകൂടി അവർക്കനുകൂലമായിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത് എന്നൊക്കെയുള്ള ചില ആശയങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുസ്തശ്രിക്കുകൾ, ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം കൊണ്ടുവരികയും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ അത് ഏറ്റുപിടിക്കുകയും സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സത്യം നോക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നേരെ വിപരീതമാണ് കാണാൻ കഴിയുന്നത് എന്നത് ഗ്രന്ഥത്തിൽ നോക്കിയാലും ചരിത്രം നോക്കിയാലും അതിൻ്റെ വിപരീതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തത്, അത്തരം ഒരു വിമർശനം ഒരിക്കലും മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. രണ്ടാമത്, അദ്ദേഹം ഹദീസ് ക്രോഡീകരിച്ച കൂട്ടത്തിൽ അബൂ സുഫിയാൻ, മുആവിയ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ജമീഅ ഇത്തരത്തിലുള്ള സ്വഹാബത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരൊന്നും അബ്ബാസികളല്ല. അതുപോലെ തന്നെ വേറെയും സ്വഹാബിമാരുണ്ട്. അതേപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മർവാൻ ഇബ്നു ഹക്കം, അതുപോലെ തന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തുടങ്ങിയ ആളുകളിൽ നിന്ന്, താബിഈകളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അദ്ദേഹം ഹദീസ് സ്വീകരിക്കുകയും ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ ഇത്തരം ആളുകളുടെ റിപ്പോർട്ടുകൾ കാണുന്നതാണ്. ഇനി ചരിത്രത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ ബുഖാറയിലെ അമീറായിരുന്ന ഖാലിദ് ബിൻ അഹ്മദ് ദുഹ്ലി ബുഖാരിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും അദ്ദേഹം രചിച്ച താരീഖ് എന്ന് പറയുന്ന ഗ്രന്ഥവും തൻ്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് പാരായണം ചെയ്തു തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതനെ ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അന ലാ ഉദില്ലുൽ ഇൽമ വലാ അഹ്മിലു ഇലാ അബ്വാബിൻ നാസ്. ഞാൻ ഒരിക്കലും വിജ്ഞാനത്തെ നിന്ദിക്കുകയില്ല, അത് നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും
അവരുടെ വീട്ടുപടിക്കലേക്കും അവരുടെ വാതിൽക്കലേക്കും കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം ഞാൻ എടുക്കുകയില്ല. നിനക്കാവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ വരുന്ന പള്ളിയിലേക്ക് വരിക. ഇതൊന്നും നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ അധികാരം ഉപയോഗിച്ച് ഇമാം ബുഖാരി ഇനി ഹദീസ് പറയണ്ട, ഇനി ക്ലാസ് നടത്തണ്ട എന്ന് വേണമെങ്കിൽ നിനക്ക് പറയാം. അത് പറഞ്ഞാൽ എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ ഒരു ഉദ്റാണ്, ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത് ഇന്ന ആൾ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഉദ്ർ പറയാം. അതല്ലാത്ത കാലത്തോളം ഈ ഇമാം ബുഖാരി ഹദീസ് പഠിപ്പിച്ചുകൊണ്ടും അത് രചിച്ചുകൊണ്ടും അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഒരു ഖലീഫക്ക് കൊടുത്ത മറുപടിയാണ്. അത് അബ്ബാസി ഖലീഫക്ക് കൊടുത്ത മറുപടിയാണ്. ഈ ഇമാം ബുഖാരി എങ്ങനെയാണ് അബ്ബാസികളുടെ സ്വാധീനത്തോടു കൂടി രചിച്ച ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പറഞ്ഞ ന്യായീകരണം എന്താണ്? ഇമാം ബുഖാരി ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് തെറ്റുപറ്റില്ലേ എന്നതാണ്. അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പോലെ ഒരു ഹർഫ് പോലും തെറ്റുപറ്റാത്തതാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിനെ ഒരിക്കലും നിരൂപണം നടത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. വൈജ്ഞാനിക നിലവാരമില്ലാത്തതും ദേഹേച്ഛ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും അടിസ്ഥാന പ്രമാണങ്ങളെപ്പോലും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടും ആളുകളുടെ വിശ്വാസം അത് നശിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളെയാണ് പണ്ഡിതന്മാർ എക്കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിമർശനങ്ങളുടെ തന്നെ നിജസ്ഥിതി എടുത്തു നോക്കുക. ബുഖാരി ഒരു മനുഷ്യനാണ്, മുസ്ലിം ഒരു മനുഷ്യനാണ്, അവർക്ക് തെറ്റുപറ്റില്ലേ എന്ന് പറഞ്ഞതാണോ? ആ ഒരു സാധ്യതയാണോ? മനുഷ്യനായതുകൊണ്ടാണ് അവർ ചെയ്തതിലെല്ലാം തെറ്റുണ്ടാകണമെന്ന് നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ചെയ്ത ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം എഴുതി അതിൽ തെറ്റുണ്ടാകണം. കാരണം എന്താ? അത് മനുഷ്യൻ എഴുതിയതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഒരു ഗ്രന്ഥത്തിൽ നമ്മളൊരു തെറ്റ് കണ്ടില്ല എങ്കിൽ അദ്ദേഹം മനുഷ്യനല്ല എന്നതിൻ്റെതാണോ? ന്യായങ്ങൾ നിരത്തുമ്പോൾ തിരിച്ച് അങ്ങോട്ടുമുള്ള ന്യായങ്ങൾ നമ്മൾ കാണേണ്ടതില്ലേ? മാത്രമല്ല വെറുമൊരു സാധ്യത മാത്രം വെച്ചുകൊണ്ടല്ല ഈ ഗ്രന്ഥങ്ങളുടെ സത്യതയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് ഉറപ്പിക്കുന്നത്. മറിച്ച് ജീവിതം ഹദീസ് പഠനത്തിനും അതിൻ്റെ ശേഖരണത്തിനും അതിൻ്റെ നിവേദകരെ സംബന്ധിച്ചുള്ള ചരിത്ര അന്വേഷണത്തിനും അതിൻ്റെ ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള നിദാനശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരുപാട് അധ്വാനങ്ങൾ നടത്തിയ ആ അധ്വാനങ്ങൾ നടത്തിയവരുടെ ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ആ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം, സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ശരിയാകാനുള്ള സാധ്യതയെ ബുദ്ധിയുള്ള ആളുകൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല തൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ തൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു നിഗമനമോ ബുഖാരിയോ മുസ്ലിമോ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതാണെങ്കിൽ നമുക്കത് ശരിയാണോ തെറ്റാണ് എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. ബുഖാരിയും മുസ്ലിമും ഒക്കെ ചെയ്ത പ്രവർത്തനം എന്താണ്? തങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. മുവത്ത മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠനവിധേയമാക്കുകയും മുന്നിൽ വെക്കുകയും അതോടൊപ്പം തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്നും നേടിയെടുത്തിട്ടുള്ള സത്യസന്ധരായ ഉസ്താദുമാരിൽ നിന്നും അവർ ശേഖരിച്ച ആ ഗ്രന്ഥങ്ങളിൽ നിന്നും തങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഹദീസുകളെ ഉരുത്തിരിച്ചെടുക്കുകയും ശരിയായതിനെ മാത്രം ഉൾപ്പെടുത്തുകയും ചെയ്ത് ഒരു ഗ്രന്ഥരചന നടത്തിയിട്ട് അതിൽ ശരിയും തെറ്റും പറയാൻ എന്താണുള്ളത്? ഒരാശയമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഗ്രന്ഥങ്ങൾ, തങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ആളുകളുടെ ഗ്രന്ഥങ്ങൾ, അവയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു പഠനം, അതിൽ നിന്നും ഏറ്റവും ശരിയായത് മാത്രം സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതിന് അങ്ങനെ പറയാൻ പറ്റുമോ? മാത്രവുമല്ല നമ്മൾ നോക്കുക, ഇമാം ബുഖാരിയും മുസ്ലിമുമാണ്
അവർ അത് രചിച്ചത് എന്നതുകൊണ്ട് മാത്രമാണോ അത് സ്വഹീഹാണ് എന്ന് പറയുന്നത്? അല്ല, മറിച്ച് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ സ്വീകാര്യതയും അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അതിനെ അംഗീകരിച്ചതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം ഉഖൈലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലമ്മ അല്ലഫൽ ബുഖാരി കിതാബ സ്വഹീഹ് അറളഹു അലാ അഹ്മദ് ബിൻ ഹംബൽ വയഹ്യ ബിൻ മഈൻ വഅലി ബിൻ അൽ മദീനി വഗൈരിഹിം. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, അവരുടെ മുന്നിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അലി ബിൻ അൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ തിരുത്തുകൾ തിരുത്തിക്കൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വെളിച്ചം കണ്ടത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ മാത്രവുമല്ല, പിൽക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും അതിൽ അംഗീകരിക്കുന്നു. ഇത്തഫഖൽ ഉലമാ റഹിമഹുമുല്ലാഹ് അലാ അന്ന അസഹൽ കുതുബി ബഅദൽ ഖുർആനി അൽ അസീസ് അസ്സഹീഹാൻ അൽ ബുഖാരി വ മുസ്ലിം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകമാണ്. വതലഖതുഹുൽ ഉമ്മ ബിൽ ഖബൂൽ. പണ്ഡിതന്മാർ അത് സ്വീകരിക്കേണ്ട ഗ്രന്ഥമാണ് എന്ന്, തള്ളേണ്ടതാണ് എന്ന നിലക്കല്ല, ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന നിലക്കല്ല അത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ അതിനെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പണ്ഡിതന്മാർ പറഞ്ഞ തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട് എന്ന്. ആ നിരൂപണങ്ങൾ തന്നെ ഇമാം ദാറഖുത്നി അടക്കമുള്ളവരുടെ നിരൂപണങ്ങൾ എടുത്തു നോക്കിയാൽ അവയെ കൂടി നമുക്ക് ഇതിൻ്റെ സ്വീകാര്യതക്കുള്ള തെളിവായിട്ടാണ് നിരത്തിവെക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അത്ര സൂക്ഷ്മമായി നോക്കിയിട്ട് പോലും 2, 3, 4 ഹദീസുകൾ ഇമാം ദാറഖുത്നിയെ പോലുള്ള ആളുകൾ 15,000-ലധികം ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി പഠനം നടത്തിയിട്ട് 200 ഹദീസുകൾ എന്ന് പറയുന്നത് ഒരു 1.25% മാത്രമേ വരുന്നുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ അക്കാലഘട്ടത്തിലുള്ളവരെല്ലാം അംഗീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവല്ലേ. ഇനി ഈ നിരൂപണം തന്നെ, ഈ 218 ഹദീസുകൾ തന്നെ അതിൻ്റെ തന്നെ നിജസ്ഥിതി എടുത്താൽ അത് സ്വഹീഹല്ല, ലഈഫാണ് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ എടുത്തു പറഞ്ഞു തരാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് അൻ ഷൈബാൻ ബിൻ ഫറൂഖ് അൻ ജരീർ ബിൻ ഹാസിം അനിൽ അഅ്മശ് അൻ ഇബ്രാഹിം അൻ അൽഖമ അൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് എടുത്ത് ആ ഹദീസിൻ്റെ ലഫ്ള് ലഅനല്ലാഹ് അൽ വാഷിമാത്ത് വൽ മുസ്തൗഷിമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട് പുരികം വടിക്കുന്ന സ്ത്രീകളെ, അതേപോലെ തന്നെ പച്ചകുത്തുന്ന സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ്. ഈ ഹദീസിനെ അദ്ദേഹം വിമർശിക്കുകയാണ്. എന്താ വിമർശനം? ലഈഫാണ് എന്നല്ല. വലം യുസ്നിദുഹു അനിൽ അഅ്മശ് ഗൈറു ജരീർ ثم قال وهو صحيح من حديث منصور عن ഇബ്രാഹിം. ഈ ഹദീസിന് അതിനേക്കാൾ സ്വഹീഹായ സനദ് ഇതാണ്, ഇതായിരുന്നു ബുഖാരി കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ലഈഫാണ് എന്നല്ല, ഇതിനേക്കാൾ നല്ല വേറെന്ത് ഇതാ. ഈ രൂപത്തിലാണ് വിമർശനങ്ങൾ തന്നെ എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇന്നത്തെ വിമർശനങ്ങൾ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസുകളെ തള്ളുന്നതിന് വേണ്ടിയാണ്, ഇജ്മാ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഇജ്മാഇനെ തള്ളുന്നതിന് വേണ്ടിയും മുസ്ലിങ്ങളുടെ വിശ്വാസ്യതയിലും അവരുടെ പ്രമാണങ്ങളിലും അവർക്ക് സംശയം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ കാല ഇമാമിങ്ങൾക്കെതിരെ കൂടിയാണ് ഈ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള പണ്ഡിതന്മാർ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട സംസാരം ഇൻഷാ അല്ലാഹ് എനിക്ക് പുറകെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.